الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാന്യരായ വിശ്വാസികളെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മരണവും ജീവിതവും സംവിധാനിച്ച സ്വർഗനരകങ്ങൾ നമുക്ക് വേണ്ടി തയ്യാർ ചെയ്ത അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഉണർത്തുകയാണ്. ജീവിതമെന്ന യാത്രയെക്കുറിച്ചും ജീവിതത്തിലെ യാത്രകളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അങ്ങനെ യാത്രയിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ കഴിഞ്ഞ 1-2 ഖുതുബയിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കൃഷിയും പരിമിതമായ സൗകര്യങ്ങളുമൊക്കെയുള്ള മനുഷ്യൻ ഒരു പ്രദേശത്ത് തന്നെ വസിച്ച് എല്ലാവർക്കും അത്ര അത്യാവശ്യമായിരുന്നില്ല യാത്ര. എന്നാൽ ഇന്ന് ചെറുതും വലുതുമായ യാത്രകൾ അനിവാര്യമായ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ജീവിതത്തിലാണ് നമ്മളുള്ളത്. ജീവിത സന്ധാരണത്തിന് തന്നെ നമ്മൾ അന്യ സംസ്ഥാനത്തേക്കും അന്യ രാജ്യത്തേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒക്കെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ ജീവിത സന്ധാരണത്തിന് വേണ്ടി യാത്ര ചെയ്യുക എന്നത് ആവശ്യമെങ്കിൽ അള്ളാഹു ഫർളാക്കിയ ഒരു കാര്യം തന്നെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. സലബു കസ്ബിൽ ഹലാൽ ഫരീദത്തുൻ ബഅദൽ ഫരീദ, നിർബന്ധ കാര്യങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ശേഷമുള്ള ഒരു നിർബന്ധ കാര്യം തന്നെയാണ് ജീവിത ആയോധനത്തിന് വേണ്ടി ജീവിത സന്ധാരണത്തിന് വേണ്ടി യാത്ര ചെയ്യുക എന്നുള്ളത്. ഒരു യാത്ര നമ്മൾ ഉദ്ദേശിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ആലോചിച്ചു നോക്കാം. ഒന്നാമത്, യാത്രക്ക് ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കേണ്ടതാണ്. സൂറത്ത് യൂസുഫിൽ 12-ാമത്തെ സൂറത്ത് 19-ാമത്തെ സൂക്തത്തിൽ യൂസുഫിനൊരു യാത്രാസംഘം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സൂക്തത്തിൽ വജാഅത്തു സയ്യാറ, ഒരു യാത്രാസംഘം വന്നു. ഫഅർസിലു വാരിദഹും, അവരുടെ വെള്ളം കൊണ്ടുവരുന്ന ജോലിക്കാരനെ അയച്ചു എന്ന് കാണാം. അപ്പോൾ ആ യാത്രയിൽ വെള്ളം കൊണ്ടുവരാൻ ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. അതുപോലെ സൂറത്തുൽ കഹ്ഫിൽ മൂസാ നബി അലൈഹിസ്സലാം ഹിദർ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഒരു മത്സ്യം കൂടെ കരുതി യാത്ര ചെയ്ത സംഭവം നമുക്കറിയാം. അതിൽ ആ മത്സ്യത്തെ സൂക്ഷിക്കാൻ ഒരു വേലക്കാരൻ മൂസാ നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു. യൂഷ എന്നാണ് ബൈബിളിൽ ആ വേലക്കാരന് പറയുന്ന പേര്. ഇതൊക്കെ ഒരു യാത്രയിലുള്ള തയ്യാറെടുപ്പുകളായി മനസ്സിലാക്കാൻ സാധിക്കും. വാഹനം ഒരുക്കുക എന്നതാണ് മറ്റൊരു തയ്യാറെടുപ്പ്.
കേവലം ഒട്ടകപ്പുറത്തുള്ള ഒരു യാത്രയിലും അതിന് ഭക്ഷണം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും അതിനെ മേയാൻ വിടുകയും ഒക്കെ ചെയ്ത ഇത് സഹാബിമാരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒക്കെ യാത്രകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രപ്രസിദ്ധമായ ഹിജ്റയിൽ ദിവസങ്ങൾക്ക് മുമ്പേ ഒട്ടകത്തെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരുക്കി നിർത്തിയിരുന്നു. ഇതുപോലെ ഇന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന നമ്മൾ അതിൻ്റെ ഇന്ധനം, അതിൻ്റെ പെട്രോള്, അതിൻ്റെ സ്റ്റെപ്പിനി ടയറ്, അതിൻ്റെ കാറ്റ്, റേഡിയേറ്ററിൽ വെള്ളം, ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഒരു ദീർഘയാത്രയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ യാത്രയ്ക്കാണെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ യാത്രാ രേഖകൾ, ആധാർ, പാസ്പോർട്ട് പോലെയുള്ള രേഖകൾ, ആവശ്യമായ യാത്രാ രേഖകൾ കരുതുക എന്നതും യാത്രയുടെ തയ്യാറെടുപ്പുകളിൽപ്പെട്ടതാണ്. ഒരു ടവ്വൽ പോലും നിസ്സാരമായി നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ സംഗതി പോലും കരുതിയിട്ടില്ലെങ്കിൽ അത് യാത്രയിൽ പലപ്പോഴും പല സമയനഷ്ടങ്ങൾക്കും ധനനഷ്ടങ്ങൾക്കും ഒക്കെ വളരെ ഇടങ്ങറുകൾക്ക് നമുക്ക് കാരണമായി തീരാറുണ്ട്. നിലമ്പൂർ കാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് 3 ദിവസം നീണ്ടുനിന്ന ഒരു ലീഡർഷിപ്പ് ക്യാമ്പ് ഓർത്തു പോവുകയാണ്. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ, അന്ന് സെൽഫോൺ എന്നാ പറയാ, സെൽഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ കിലോമീറ്ററുകൾ ദൂരത്ത് കാട്ടിനുള്ളിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് അവിടെ ക്യാമ്പടിക്കുകയാണ്. അപ്പോൾ അവിടെ ആ 3 ദിവസം എന്തൊക്കെയാണ് ആവശ്യം വരിക എന്ന് 1 by 1 ആയിട്ട് നോട്ട് ചെയ്തുകൊണ്ട് ഒന്നും വിട്ടുപോകാത്ത രൂപത്തിൽ ഒരു സ്റ്റാപ്ലർ പിന്ന് വരെ കരുതിയിട്ടാവണം അങ്ങനെയുള്ള യാത്രകൾ. അങ്ങനെയായിരുന്നു. അവിടെ ഭക്ഷണത്തിന് വേണം, താഴെ കുളിക്കാനുള്ള സൗകര്യത്തിന്, ഇറങ്ങാനുള്ള സ്റ്റെപ്പുകൾ ഒരുക്കാൻ വരെയുള്ള സാധന സാമഗ്രികൾ വളരെ കണിശമായി ഒരുക്കിയിട്ടായിരുന്നു ആ യാത്ര. ഇന്ന് സൂറത്ത് യൂസുഫിൽ തന്നെ 12ാം സൂറത്തിൽ 65 മുതൽ 67 വരെ ഉള്ള ആയത്തുകളിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമയോട് മക്കള് റേഷൻ വാങ്ങാൻ വേണ്ടി അവരുടെ ഖുതുബ നടക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പലവരും ഉണർത്തിയതാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഖുതുബ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാകട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, മിമ്പറിൽ ഇമാം കയറിയാൽ പരസ്പരം സംസാരിക്കുന്നതോട് സംസാരിക്കരുത് എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ. ഇതൊക്കെ പലവരും നമ്മൾ അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ കൂലിക്ക് വേണ്ടിയാണല്ലോ ഈ അരമണിക്കൂർ സമയം ഇവിടെ ചെലവഴിക്കുന്നത്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാകാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ബിൻയാമീനെ കൂടി അയക്കണമെന്ന് യാക്കൂബ് നബിയോട് തൻ്റെ മക്കൾ ഉണർത്തുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അവർ പറയുന്ന കാര്യം, ഒരാളെ കൂടി അയക്കുകയാണെങ്കിൽ ഓരോ ഒട്ടകത്തിന് വഹിക്കാനുള്ള റേഷൻ കൂടി നമുക്ക് കിട്ടുമല്ലോ. അതൊരു ആസൂത്രണമാണല്ലോ, ഒരാലോചനയാണല്ലോ. തുടർന്ന് യാക്കൂബ് നബി അവരോട് പറയുന്നിടത്തും വഖാല യാ ബനിയ്യ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, ബാഹ്യമായൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് യാക്കൂബ് നബി പറയുന്നത്, മക്കളെ നിങ്ങൾ എല്ലാവരും കൂടി ഒരേ വാതിൽ കൂടി പോയി അവിടെ കയറരുത്. അതൊരു ബാഹ്യമായൊരു കരുതലാണ്. ഇങ്ങനെ പല കരുതലുകളും ആസൂത്രണവും തയ്യാറെടുപ്പുകളും നമ്മൾ യാത്രയിൽ പുലർത്തേണ്ടതുണ്ട്. അതുപോലെ സൂറത്തുൽ കഹ്ഫിൽ തന്നെ ഗുഹാവാസികൾ ഉണർന്ന് ഭക്ഷണത്തിനായി ഒരാളെ അങ്ങാടിയിലേക്ക് അയക്കുന്നൊരു സന്ദർഭം പറയുന്നുണ്ട്. അവർ ഏതൊരു രാജാവിനെ പേടിച്ചാണോ നാട് വിട്ടത്, അതുപോലെ അക്രമികൾ അല്ലെങ്കിൽ ശത്രുക്കൾ അവരെ കണ്ടെത്തി തിരിച്ചറിയപ്പെടാതിരിക്കാൻ ചെയ്യുന്ന ഒരു കരുതലും ആ സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. അതുപോലെ പരസ്പര സഹകരണം കൂടി വേണം യാത്രയിൽ എന്നതുകൂടി ആയത്തിൽ ഒരു പാഠവും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. യാത്രയിലെ എല്ലാ കാര്യത്തിലും സൂക്ഷ്മതയും ജാഗ്രതയും വേണം. മൂസാ നബി വൃത്തിയുമായി പോയ സന്ദർഭം പറയുന്നില്ല, അവനറിയാതെയാണ് ആ മത്സ്യം ചാടിപ്പോയത്. അപ്പോഴൊരു കരുതൽ എല്ലാ സന്ദർഭത്തിലും യാത്രയിൽ നമ്മൾ പുലർത്തേണ്ടതാണ്. എന്നാൽ ഒരുക്കങ്ങളും ആസൂത്രണങ്ങളും എത്ര തന്നെ ഉണ്ടായിരുന്നാലും അതൊക്കെ അത്യാവശ്യമാണെങ്കിലും യാത്രയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇന്ന ഖൈറസ്സാദി അത്തഖ്വ, നിങ്ങൾ യാത്രയിലെ പാതയങ്ങൾ, യാത്രയിലെ ഒരുക്കങ്ങളൊക്കെ നടത്തുക. എന്നാൽ യാത്രയിൽ ഉടനീളം വിട്ടുപോകാതെ വേണ്ടത് അത്തഖ്വ, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത എന്ന കരുതലാണ്. രണ്ടാമതായി, ഒരു യാത്ര നമ്മൾ ചെയ്യുമ്പോൾ
ഒരു നേതാവ്, ഒരു അമീർ അതിന് വേണമെന്നതും ഇസ്ലാമിന്റെ കൽപ്പനയാണ്. റാക്കിബ് ഷെയ്ത്താൻ, ഒരു യാത്രക്കാരൻ ഒരു ഷെയ്ത്താനാണ്. റാക്കിബാന് ഷെയ്ത്താനാണ്, രണ്ട് ആളാണെങ്കിൽ രണ്ടാളും ഷെയ്ത്താനാണ്. സലാസത്തു റക്ബുൻ, എന്നാൽ മൂന്നാളായാൽ അതൊരു സംഘമായി. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ രണ്ടാളുകൾ യാത്ര ചെയ്യേണ്ടി വരാം. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ ഒറ്റക്കാവുന്നതിന്റെ ബുദ്ധിമുട്ട്, ഒറ്റക്കാവുന്നതിനെ കുറിച്ച് എന്നെക്കാൾ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് രാത്രി ഒന്നും യാത്ര ചെയ്യൂലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 പേരുണ്ടായാൽ ഒരു സംഘമായി. അങ്ങനെ ഇതാക്കാന സലാസത്തും ഫി സഫർ, അങ്ങനെ 3 പേരുള്ള ഒരു സംഘം ഉണ്ടെങ്കിൽ കുൽ യുഅമ്മിറു വാഹിദൻ മിൻഹും, അതിലൊരാളെ നിങ്ങൾ അമീറായി തിരഞ്ഞെടുക്കുക. അങ്ങനെ നിശ്ചയിച്ച നേതാവിനെ അനുസരിക്കുക എന്നുള്ളതും വിശ്വാസികളുടെ ബാധ്യതയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, നിങ്ങളിൽപ്പെട്ട കൈകാര്യകർത്താക്കളെയും എന്ന് പറയുന്നിടത്ത് നമ്മളൊരു അമീറിനെ നിശ്ചയിച്ചാൽ അവനെ അല്ലെങ്കിൽ അയാളെ അനുസരിക്കേണ്ടതും അതിൽ ഉൾപ്പെട്ടതാണ്. സൂറത്തു കഹ്ഫിൽ തന്നെ 19-ാം വചനത്തിൽ ഗുഹാവാസികളായ 3 പേരുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിലും ഒരു അമീർ ഒരു യാത്രക്കുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണെന്നും അഭിലഷണീയമാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. കൂടിയാലോചനകൾക്ക് നേതൃത്വം നൽകാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കാനും ചെലവ് മുതലായവ കൈകാര്യം ചെയ്യാനും ഇനി കൂടെ യാത്രക്കിടയ്ക്ക് മറ്റൊരു യാത്രാ സംഘത്തോടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള ഒഫീഷ്യലായുള്ള ആളുകളുമായോ ഒക്കെ സംസാരിക്കേണ്ടതൊക്കെ അതിനൊക്കെ ഈ അമീർ സ്ഥാനം, ഒരാള് നേതാവാകുക എന്നുള്ള കാര്യം ഉപകാരപ്പെടും. ഉത്തമനായ ഒരു സംഘ നേതാവ് എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ളവനാണെന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സയ്യിദുൽ ഖൗമി ഫി സഫരി ഹാദിമുഹും, ഒരു യാത്രയിലെ അമീർ, ഒരു യാത്രയിലെ നേതാവ് അവരുടെ സേവകനാണ്. കൂടെയുള്ളവർക്ക് എന്ത് സേവനത്തിനും തയ്യാറായ ആളുകളായിരിക്കണം അമീറായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഇങ്ങനെ യാത്രയിൽ ഒരുപാട് മര്യാദകളും ശ്രദ്ധകളും നമ്മൾ പുലർത്തേണ്ടതുണ്ട്. ആദാബു സഫർ എന്ന ഒരു പ്രത്യേക ഫിഖിന്റെ ശാഖ തന്നെയുണ്ട്. ഈ യാത്രയിലെ മര്യാദകൾ, നമ്മൾക്ക് വാഹനം നമുക്ക് വിധേയമാക്കി തന്നത് അള്ളാഹുവാണ്. അവനാണ് ഒരുപാട് യാത്രയിലെ നിർദ്ദേശങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ പാലിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് ചുരുക്കം. സങ്കീർണമായ ഒരുപാട് യന്ത്ര സംവിധാനങ്ങളാണ് വാഹനത്തിലുള്ളത്. അതൊക്കെ നമുക്ക് നിയന്ത്രണപ്പെടുത്തി തരികയാണ് ഉണ്ടായത്. ഒരു അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ പറയാ നിയന്ത്രണം വിട്ടു എന്നാണല്ലോ. അപ്പൊ ഈ നിയന്ത്രണം നമ്മുടെ മാത്രം കരങ്ങളിലല്ല എന്ന് ചുരുക്കം. യാത്രയുടേതായ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളിൽ ഒന്ന്, വ്യാഴാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നാണ്. തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നതിനെ കുറിച്ച് കഅബ് ഇബ്നു മാലിക്കിൽ നിന്നും ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാൻ സാധിക്കും. അവിടുന്ന് അതുപോലെ സൈന്യത്തെയോ സംഘത്തെയോ ഒക്കെ നിയോഗിച്ചയക്കുമ്പോൾ മിൻ അവ്വലിൻ നഹാർ, പ്രഭാതത്തിന്റെ ആദ്യ സമയത്തായിരുന്നു അദ്ദേഹം അധികവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാ സംഘങ്ങളെ നിയോഗിച്ചിരുന്നത്. അതിൽ രാവിലെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി, സമുദായത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അല്ലാഹുവേ പ്രഭാതത്തിന്റെ ആദ്യ സമയത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ സമുദായത്തിന് നീ ബർക്കത്ത് ഉണ്ടാക്കണേ എന്ന്. ഈ ഹദീസ് ഉദ്ധരിച്ച സഹർ ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം അതിരാവിലെ മാർക്കറ്റിലേക്ക് പോകും. എന്നിട്ട് അദ്ദേഹം ഇതിന്റെ ശേഷം പറയുന്നത്, തനിക്ക് അതുമൂലം കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടായതായും തന്റെ ധനം വർദ്ധിച്ച് സമൃദ്ധി ഉണ്ടായതായും ഒക്കെ ഈ സഹർ എന്ന ഈ സഹാബി പറയുന്നത് വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പച്ചപ്പുള്ള സമൃദ്ധമായ ഒരു പ്രദേശത്ത് കൂടി യാത്ര ചെയ്താൽ ഒട്ടകത്തിന് ഭൂമിയിൽ കിട്ടേണ്ട അവകാശം നിങ്ങൾ നൽകുക. അവിടെ മേയാൻ കുറച്ചു നേരം ഒട്ടകത്തെ അനുവദിക്കണം. അതുപോലെ നമ്മൾ ഒരു വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെ എന്താണോ വാഹനത്തിന് വേണ്ടത്, അതിനുവേണ്ടി പെട്രോളാണോ വെള്ളമാണോ അതുമൊക്കെ ആ സൗകര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഇനി ഒരു വരണ്ട പ്രദേശത്ത് കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ വേഗത്തിൽ പോകണം, സ്പീഡ് കൂട്ടാനല്ല. അവിടെ അനാവശ്യമായി
നമുക്ക് സൗകര്യമൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ തമ്പടിക്കരുത്. യുദ്ധ രംഗങ്ങളിലും മറ്റും യാത്രകളിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിച്ചിരുന്നത് അവിടെ ജലലഭ്യതയും വിശ്രമത്തിന് സൗകര്യവും ഒക്കെ ഉള്ള സ്ഥലത്തായിരുന്നു. യാത്രക്കിടയിൽ രാത്രി എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ മൃഗങ്ങളുടെയും പ്രാണികളുടെയും ഒക്കെ യാത്രാ സഞ്ചാര മാർഗത്തിലാവരുത്. നിശാസങ്കേതമുണ്ട് അവർക്ക്, അത് ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇതുപോലെ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്രതീക്ഷിതമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് യാത്രയിൽ പല ട്വിസ്റ്റുകളും ഉണ്ടാവാം. വിനോദയാത്രയായിരിക്കാം, കൂട്ടത്തിൽ ഒരാൾ മുങ്ങി മരിച്ചാൽ ആകെ പ്രശ്നമായി. ഇതുപോലെ യാത്രകളിൽ എപ്പോഴും സുഖകരമായിരിക്കില്ല. ഇനി ഇരിക്കാൻ സൗകര്യമുള്ള ഒരു സീറ്റാണ്, AC ഉള്ള വാഹനമാണ്, എല്ലാ സൗകര്യമുണ്ടെങ്കിലും ഒരേ ഇരുത്തം തന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യാത്ര. ഭക്ഷണപാനീയങ്ങൾ നമ്മൾ നാട്ടിൽ വിചാരിക്കുന്ന മാതിരി കിട്ടില്ല. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ തന്നെ ഇവിടെ ഉള്ളൊരു ചോറ് മാതിരിയല്ല. അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ ഡിസ്ട്രിക്റ്റ് വിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ വീട്ടിലെ പോലെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് കിട്ടുന്ന പോലുള്ള ടേസ്റ്റ് ആയിരിക്കില്ല. അങ്ങനെ പല അഡ്ജസ്റ്റ്മെന്റുകളും, ഇരുന്ന് കഴിക്കാൻ ചിലപ്പോൾ അസൗകര്യമുണ്ടാവും. പല അഡ്ജസ്റ്റ്മെന്റുകൾക്കും ഒരു യാത്രക്കാരൻ തയ്യാറായിരിക്കണം. ഇങ്ങനെ പരിമിതമായ സൗകര്യങ്ങളും അല്ലെങ്കിൽ അസ്വസ്ഥതയും ഉണ്ടാകുമ്പോൾ കൂടെയുള്ള ആളുകളെ പലരും പരിഗണിക്കാറില്ല. ഒന്ന് സീറ്റ് മാറിക്കൊടുക്കാൻ, അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ, അല്ലെങ്കിൽ കുറേ നേരം നിന്ന ആളുകൾക്ക് ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ. ഇതൊക്കെ വിശ്വാസികൾ ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഒരു ആളെക്കുറിച്ച് ഉമർ റളിയല്ലാഹുവിനോട് മറ്റൊരാൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് അയാളെക്കുറിച്ച് അങ്ങനെ നന്മ പറഞ്ഞത്? നിങ്ങൾ അയാളുടെ കൂടെ യാത്ര ചെയ്തിരുന്നു. ഒരു ആളുടെ കൂടെ കുറച്ച് ദീർഘയാത്ര ചെയ്താൽ അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഹജ്ജ് യാത്രകളിലും മറ്റ് ദീർഘയാത്രകളിലും ഒക്കെ അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മളല്ലാതെ യാത്രയാണെങ്കിൽ തന്നെ ചിലർ ഛർദ്ദിക്കും, അതുപോലെ നമ്മളെ വയറ് അപ്സെറ്റ് ആവും. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ യാത്രയിൽ വരാനുണ്ട്. അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാത്ര നരകശിക്ഷയുടെ ഒരു കഷ്ണമാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് യാത്ര കഴിഞ്ഞാൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങി വരുമായിരുന്നു എന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുപോലെ യാത്രയിൽ പാലിക്കേണ്ട മറ്റൊരു മര്യാദയാണ്, നിങ്ങളൊരു യാത്ര പോയിട്ട് ദീർഘമായിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുമ്പോൾ രാത്രി പെട്ടെന്ന് ചെന്ന് വീട്ടുകാരെ മുട്ടി വിളിക്കരുത് എന്നത്. അള്ളാഹുവിന്റെ റസൂല് മറ്റൊരു ഹദീസിൽ പറയുന്നത്, രാത്രിയാണ് അള്ളാഹുവിന്റെ റസൂൽ വീട്ടിലെത്തുന്നതെങ്കിൽ പൊടുന്നനെ കടന്നു ചെല്ലാതെ തൻ്റെ ഇണയുടെ അഭാവത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ അഭാവത്തിൽ ഗുഹ്യ സ്ഥാനങ്ങളിൽ മുറ്റി വളർന്ന മുടി വൃത്തിയാക്കാനും മുടി കെട്ടിവെക്കാനും അതുപോലെയൊക്കെ ഒരുങ്ങാനുള്ള ഒരു സൗകര്യം വീട്ടുകാർക്ക് നൽകണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് തൻ്റെ ഇണയെ, തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ ഏറ്റവും നല്ല രൂപത്തിലാണല്ലോ നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ജാഫർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞെത്തുമ്പോൾ കുട്ടികളെല്ലാം കൂടി സ്വീകരിക്കാൻ ചെല്ലും. അങ്ങനെ ഒരു ദിവസം എന്നെ ആരോ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി വാഹനപ്പുറത്ത് എന്നെ കയറ്റിയിറത്തി. പിന്നില് വേറെ ഫാത്തിമയുടെ മക്കൾ ഹസനെയോ ഹുസൈനെയോ ഒക്കെ കയറ്റിയിരുത്തി. ഞങ്ങൾ 3 പേരുമാണ് മദീനയിൽ പ്രവേശിച്ചത് എന്ന് അഭിമാനത്തോടെ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ യാത്രയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ യാത്ര ചെയ്യാനും ജീവിക്കാനും നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ രാത്രിയുടെ ആദ്യത്തിലാവും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത്? കാരണം രാത്രി ഭൂമി ചുരുട്ടപ്പെടുന്നത് നമുക്കറിയാം. കിലോമീറ്റർ കണക്കിൽ നോക്കുകയാണെങ്കിൽ രാത്രിയും പകലും ഒക്കെ ഒരേ ദൂരം തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഒരു ലക്ഷ്യസ്ഥാനത്തെത്താൻ വാഹനങ്ങൾ കുറവായിരിക്കും, വെയിലുണ്ടാവില്ല, ക്ഷീണം കുറയും. ഒരു ഔദ്യോഗിക ആവശ്യത്തിനൊക്കെ തിരുവനന്തപുരത്ത് അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ
അവിടെ എത്തി വിശ്രമിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സമയം ലഭിക്കും. ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പലപ്പോഴും രാത്രി യാത്ര ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒപ്പം എത്താൻ പറ്റാത്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ കാത്തു നിൽക്കുമായിരുന്നു. അങ്ങനെ കാത്തു നിന്നിട്ട് അവരൊപ്പം കൂട്ടും. ചിലപ്പോൾ അങ്ങനെയുള്ളവരെ തൻ്റെ വാഹനത്തിന്റെ പിന്നിലിരുത്തും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഒറ്റക്കായിരിക്കുന്നതിന്റെ ദോഷവും ഒരുമിച്ചാവുന്നതിന്റെ ഗുണവും അറിയാവുന്നത്ര നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ രാത്രി ഒറ്റക്ക് നിങ്ങൾ ഒരു സഞ്ചാരി പോലും അങ്ങനെ സഞ്ചരിക്കില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. ഒന്നിലധികം കാറുകൾ പോകുമ്പോൾ ഒറ്റക്കായാൽ വഴി തടസ്സപ്പെടാൻ, മറ്റു ഉപദ്രവങ്ങളോ ശല്യങ്ങളോ ഉണ്ടാവാൻ, വഴി അറിയാതെ ബുദ്ധിമുട്ടാൻ, വെള്ളവും മറ്റും തീർന്നു പോയിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സമകാലിക സംഭവങ്ങളായി ചേർത്ത് വെക്കാൻ സാധിക്കും. അതുപോലെ ഒരു താവളത്തിലെത്തിയാൽ യാത്രാ സാമഗ്രികൾ ഒരുക്കി അഴിച്ചു വെക്കാതെ ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു യാത്രയിലും ഒരു പുരുഷനും അന്യായ ഒരു സ്ത്രീയും കൂടെ അവളുടെ രക്തബന്ധത്തിൽ ഉള്ള ഒരാൾ ഇല്ലാതെ യാത്ര ചെയ്യരുത് എന്നുള്ള അവൻ്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സ്ത്രീകള് ഒറ്റയ്ക്ക് രക്തബന്ധമുള്ള പുരുഷന്മാർ അവരുടെ കൂടെ ഇല്ലാതെ യാത്ര ചെയ്യരുത് എന്നും, ഒരാൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെർമിഷൻ ചോദിച്ചു. അവിടെ ഭാര്യ ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞത് നീ യുദ്ധത്തിൻ്റെ നിർത്തിയിട്ട് അവളോടൊപ്പം ഹജ്ജിന് പോവുക എന്നാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജൂലൈ 11 ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ്. UN 1989 അത് പ്രഖ്യാപിച്ചത്. പണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികളെ സ്ത്രീകൾ പ്രസവിച്ചിരുന്നു. ഇനി നിയന്ത്രണം കൊണ്ടുവന്നു പല രാജ്യങ്ങളും. അന്ന് നമ്മളൊക്കെ കണ്ടിരുന്ന, എൻ്റെ പ്രായമുള്ള ആളുകളൊക്കെ കണ്ടിരിക്കുന്ന കുട്ടികൾ 2 or 3 മതി എന്ന് പറഞ്ഞ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 2, നമുക്ക് 2 എന്നായി, 2 കുട്ടികൾ മതി എന്നായി. പിന്നെ നമ്മൾ 1, നമുക്ക് 1 എന്നായി, 1 കുട്ടി മതി എന്നായി. എന്നാൽ ഇന്ന് വികസിത രാജ്യങ്ങളൊക്കെ ജനസംഖ്യാ നിയന്ത്രണം അശാസ്ത്രീയവും അബദ്ധവുമായിരുന്നു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടെ വൃദ്ധന്മാരുടെ സംഖ്യ കൂടി, ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു, തൊഴിൽ രംഗത്തും വിവാഹ രംഗത്തും ഒക്കെ പ്രതിസന്ധികൾ വന്നു, മാനവ വിഭവശേഷിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നവർക്ക് ഫീസ് ഇളവുകൾ, മറ്റ് സാമ്പത്തിക സഹായങ്ങൾ, ഫാദർഹുഡ് അവാർഡ് വരെ അമേരിക്കയിലൊക്കെ ഏർപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ സാധിക്കും. മിനിസ്ട്രി ഓഫ് സെക്സ് തുടങ്ങുന്നത്തെ ഒരു രാജ്യം. അങ്ങനെ ഒരുപാട് സംഗതികൾ. ചുരുക്കത്തിൽ സ്രഷ്ടാവിന്റെ മാർഗദർശനമില്ലാതെ നമുക്ക് നന്മയായി തോന്നുന്നത് നന്മയാണ് എന്നും നമുക്ക് നന്മ തിന്മകൾ തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് ഇതൊക്കെ നമുക്ക് വ്യക്തമായി തരുന്നത്. അന്ന് വളരെയധികം ജനസംഖ്യാ പെരുപ്പം വന്നാൽ ഭക്ഷണം തീർന്നു പോകും, ഒന്നും സംഭവിച്ചില്ല. ഇന്ന് അവർ തിരിച്ചു വരികയാണ്. ഭൂമിയിൽ യാതൊരു ജന്തുവുമില്ല, അവന്റെ ഉപജീവനം അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിട്ടല്ലാതെ എന്നാണ് ഖുർആൻ പറയുന്നത്. അവയുടെ സൂക്ഷിപ്പ് സ്ഥലവും അവരുടെ താമസ സ്ഥലവും ഒക്കെ അള്ളാഹു പറയുന്നു. സൂറത്തുൽ ഹൂദില് അള്ളാഹു പറയുന്നു, പിശാചാണ് നിങ്ങളെ ദാരിദ്ര്യത്തെ പറ്റി പേടിപ്പിക്കുന്നതും ചീത്ത കർമ്മങ്ങൾക്ക് നിങ്ങൾ പ്രേരിപ്പിക്കുന്നതും. വലാ തഖ്തുലു ഔലാദകും ഖശിയത അംലാഖ്, നിങ്ങൾ ദാരിദ്ര്യത്താൽ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. നഹനു നർസുഖും വഇയ്യാകും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത്, റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ് എന്നാണ് ഖുർആനിന്റെ പ്രസ്താവം. പെൺകുട്ടികളുടെ ജീവനോടെ കുഴിച്ചും കൂടിയിരുന്ന ഒരു കാലത്താണ് അള്ളാഹു ഇത് പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ അന്യൂനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു പെൺകുട്ടി ചോദിക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ഭ്രൂണഹത്യ കൊണ്ടൊക്കെ മരണപ്പെട്ടും നമ്മൾ കൊന്ന കുട്ടി ചോദിക്കുന്ന ദിവസം, എന്തിനായിരുന്നു എന്നെ കൊന്നത് എന്നൊരു ദിവസത്തെ കുറിച്ച് ആലോചിക്കാൻ ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. കൂടുതൽ പ്രജനനശേഷിയുള്ളവരെ കല്യാണം കഴിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അക്സർ മാലഹു വ വലദഹു, സമ്പത്തിലും സന്താനത്തിലും സമൃദ്ധി നൽകണേ എന്ന് അനസിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. വിവാഹവും ദാമ്പത്യവും
ഇണകളുടെ സംയോഗവും മുലയൂട്ടലും ഇണയ്ക്കും കുട്ടികൾക്കും ഒക്കെ ചെലവിന് നൽകലും ഒക്കെ പുണ്യമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അക്കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നസീമുൽ ഇസ്ലാം സംഘത്തിലെ ഒരു സജീവ പ്രവർത്തകനായിരുന്ന ഹിജാസ് കോയക്കയുടെ ഭാര്യ ഏതാനും ദിവസമായി വളരെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗമായവരെ അള്ളാഹു ഏറ്റവും പെട്ടെന്ന് ശിഫ നൽകുകയും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നമ്മിലേക്ക് തിരിച്ചു വരാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവും നല്ല റിസ്ക്കും നീ നൽകണേ നാഥ. ഞങ്ങളുടെ മനസ്സിന് സദാ സമാധാനവും സംതൃപ്തിയും നൽകണേ നാഥ. ഞങ്ങളുടെ പരീക്ഷകളിൽ നീ ഉന്നത വിജയം നൽകണേ അള്ളാഹുവെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ വഅജർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.